ഇതിലുള്ള മേക്കപ്പ് സാധനങ്ങള് അപ്പൊ അല്ലാതെ ഞാനല്ലേ പിടിക്കും, ഞാൻ പിയാപ്പിളാണ്. ആരെങ്കിലും പിടിച്ചോ? മാമനൊന്ന് കെട്ടിക്കോട്ടെ, മാമൻ കെട്ടട്ടെ. അങ്ങനെ എന്തോ ഒരു സാധനല്ലേ ഇറങ്ങാനുള്ള കാറ് കാണിച്ചെടുക്കും മോനെ. പിയാപ്പിളയിൽ ഇറങ്ങണേ. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പറഞ്ഞിരുന്ന നിങ്ങൾ ടൈറ്റിൽ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ പെറ്റി സെറ്റ് ചെയ്യാണ്. അമ്മ ഇതാ ലെഹങ്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത് ഇതില്? മേക്കപ്പ് സെറ്റ് കുറച്ചുകൂടെ എങ്ങനെയാണ് ഇത് എന്റേതാണ്, പിയാപ്പിളിന്റെ സാധനം ഇപ്പുറത്ത്. ഓക്കെ, ഇതിലേക്ക് പെട്ടി ഇറക്കിയട്ടെ. ഓരോ സാധനം ഉണ്ട് പോരട്ടെ. അമ്മയ്യതാ ഇതല്ല, ഇത് ചെറിയ പെട്ടിയാണല്ലോ. വലിയ പെട്ടിയുടെ വലിയ പെട്ടി. ഓക്കെ, വലിയ പെട്ടിയാണ്. അത് ഞാൻ വിചാരിച്ച ബാഗ് എടുക്കാതെ തന്നെ ഒരു ബാഗ് ഫ്രീ ആയിട്ട് കിട്ടിയോന്നേ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പിടിക്കല്ലേ അമ്മയ്യ? ലേഡീസ് പ്ലാന്റ്. അപ്പൊ അതെ, അതാ വേണ്ടി വരും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമ്മായി വെക്കാണ്. അമ്മയ്യ ചെരുപ്പ്, നീ ഉള്ള മേക്കപ്പ് സാധനങ്ങള്. ഒരു മേക്കപ്പ് അതിങ്ങനെ പെട്ടിയെടുക്കണല്ലോ വെക്കാം. അതങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഷാംപൂ, കണ്ടീഷണർ, ഫാൻസി വേണം. ഫാൻസി ഇതാ പെട്ടിയിലുണ്ട്. ഇവിടെ ഇവിടെ അതന്നെ. അപ്പൊ ഇവിടെ ഫാൻസി ഓർണമെന്റ്സ്. അനക്ക് കല്യാണം കഴിക്കണം. ഈ വലുതാവുമ്പോ കല്യാണം കഴിക്കാൻ. ഇപ്പൊ നോക്ക്, ഇന്റെ കല്യാണാണ് കേട്ടാ. ശരിയല്ലേ? അതങ്ങനല്ലേ? ഇച്ചുട്ടാ, മാമന്റെ കല്യാണത്തിന് അലമ്പ കളിക്കരുത് പ്ലീസ്. മാമനൊന്ന് കെട്ടിക്കോട്ടെ, മാമൻ കെട്ടട്ടെ പ്ലീസ്. മാമൻ ഒരു കല്യാണം കഴിച്ചോട്ടെ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്, അലമ്പുണ്ടാക്കരുത്. അല്ല, മാമനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അമ്മയ്യ മേക്കപ്പിന്റെ ഒന്ന് വെച്ചിക്കണേ. അപ്പൊ ഓർണമെന്റ്സ്. അപ്പൊ അടുത്തത് അമ്മയ്യ മേക്കപ്പ് വീണ്ടും. ഇതിലൊക്കെ മേക്കപ്പ് തന്നെ അമ്മായി. ഫുള്ള് മേക്കപ്പിന്റെ കല്യാ. ഒരു കാര്യമുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. മേക്കപ്പിന്റെ ഒരു സംഭവം വെച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. സോ ഇതെല്ലാം പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്, അതും നല്ല ടോപ്പ് ബ്രാൻഡുകൾ. ഓക്കെ, പിന്നെ അടുത്തതായി ലബോ പെർഫ്യൂം. ഓക്കെ, ഗിഫ്റ്റ് ബോക്സ് രസമില്ല? അല്ല, ഇത് ഇവിടെ സ്ഥലം. മോനെ, മാമൻ ഒരു കല്യാണം കഴിച്ചോട്ടെ. സമ്മതിക്ക്. കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ആപ്പിയെ, ഇത് എനിക്കുള്ള പെർഫ്യൂം ബോക്സ് ആണ്. അത് ഇവിടെ നോട്ടെ. ഇക്കെങ്കിലും വേണ്ട അമ്മയ്യെ. ഓക്കെ, ഇതില് ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ. ഇറങ്ങാനുള്ള കാറ് കാണിച്ചെടുക്കും മോനെ. പിയാപ്പിളയിൽ ഇറങ്ങണേ. നമ്മളെ രായപ്പനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൂട്ടാനല്ലേ. പെങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. പെങ്ങന്മാര് വരീന്ന് പറഞ്ഞപ്പോ ആപ്പി എന്തിനാ നോക്കണത്? സത്യത്തിൽ ഇത് മൂത്ത പെങ്ങളാട്ടോ. വരുന്നത് വേണ്ട. അപ്പൊ അല്ലാതെ ഞാനല്ലേ പിടിക്കും, ഞാൻ പിയാപ്പിളാണ്. ആരെങ്കിലും പിടിച്ചോ? പെങ്ങന്മാര് വേറൊരു പെങ്ങളിതാ. അപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പൊ കൊണ്ടത് പൊട്ടിച്ചിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. കൊള്ളാം. ഡ്യുവൽ കളർ തന്നെ ആക്കി റഷ്യ.
മാൻലി ഫർണിച്ചർ കണ്ണൂര്. ഇത്ര ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഇതാ. അപ്പൊ ഇത് കണ്ടില്ലേ, ഫുൾ ഓൺ ഫുൾ പവറാ ഓൾ എല്ലാത്തിനും മുന്നിൽ. ഇതൊക്കെ ഇയാടെ വെച്ച നമ്മളെടുത്തോണ്ട് പിയാപ്പിളാണ് ഞാന്. പക്ഷെ പെട്ടി ഇവരൊക്കെ എടുക്കണ്ടേ? ഇന്നത്തെ ദിവസം ഇതിന്റെ പ്രിവിലേജ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ സ്വാപ്പ അന്ന് നിക്കായിന്റെ അന്ന് നേരത്തെ പന്തിയിൽ ഇരിക്കാൻ പറ്റി. അതൊരു വലിയൊരു കാര്യമായിരുന്നു. ഇന്നും ഞാൻ അതൊന്ന് ആസ്വദിക്കട്ടെ പോയിട്ട്. സത്യത്തിൽ ഈ പരിപാടിക്ക് ഞാൻ പോവില്ലമ്മ. ആപ്പിയ പോയില്ല ഉറപ്പല്ലേ? അപ്പൊ നാളത്തെ പരിപാടി അല്ലേ പോവല്ലേ? ഇപ്പൊ അതൊരു ശരിയല്ലേ അളിയാ? ഓക്കെ അല്ലേ? അല്ല കുഴപ്പമില്ല, ഒരു ഡിക്കിൽ കയറിക്കോട്ടെ. ഈ ഇല്ലല്ലോ ആണല്ലേ? ഈ ഇല്ലാന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് എന്നെ കൂട്ടാതെ പോണേ. പറഞ്ഞ് ഈ ഓൾറെഡി പറഞ്ഞു ഫുഡ് കഴിക്കായിരുന്നപ്പോ പറഞ്ഞതിനെ കൊണ്ടാണ് ഇതാക്കാത്തത്. ആണോ? എന്നാ വാ പോവാ, നമുക്ക് എങ്ങനെങ്കിലൊക്കെ വണ്ടി ഇരിക്കുക. വാ പോര്. ഞാൻ ഡ്രൈവറായി വന്നാട്ടോ. അല്ല അതേ പറഞ്ഞത്, ഞാൻ ഡ്രൈവർക്ക് വരാൻ പറ്റില്ല. കാണാൻ മുറ്റത്തേക്കില്ലേ അല്ലേ? വരൂ വരൂ വരൂ. രണ്ടുപേരും ഒരുപോലെ ഡ്രസ്സൊക്കെ ചെയ്തു. എത്ര പേരാടാ? ഞാൻ ഡ്രൈവറാട്ടോ. ഞാനും അളിയണ്ണും ഇവരെ മേച്ചു കൊണ്ടിരുന്ന ആളെ മാത്രം. അതെ, ഞങ്ങൾക്കുള്ള വെള്ളം പുറത്തൊക്കെ അളിയന്, പൊന്നിന്റെ പൊന്നാറയായ അളിയന് എന്തോ പറയാനുണ്ട്. അപ്പൊ അളിയനോട് നമുക്ക് ചോദിക്കാം, എന്താണ് അളിയൻ? അതായത് പറയാനുള്ളത് എന്താ വെച്ചാല് 1 2 3 അല്ലല്ല, അങ്ങനെയുള്ള കൂട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഇവരെ വീട്ടിലേക്ക് ഉമ്മ വൈകുന്നേരം വിളിച്ചു ചോദിച്ചിരുന്ന എത്ര പേരാ വരുന്നത്. അപ്പൊ ഞാൻ 6 പേരെന്നാ പറഞ്ഞിട്ടത്. എണ്ണ എനിക്ക് തെറ്റിയിട്ടില്ല പറഞ്ഞിട്ട്. അതെങ്ങനെ? അല്ല പക്ഷെ അതല്ല, എണ്ണ എനിക്ക് തെറ്റിട്ടില്ല. അയ്യ പറഞ്ഞിട്ട് എങ്ങനെ അറിയാം? 1 അത് പിന്നെ കോംബോ ഓഫറാ. അത് ഒന്നായിട്ട് നോക്ക് എന്താന്ന് പറഞ്ഞതാ. അപ്പൊ ഇത് നഫ്ല. അങ്ങനെ ഓ സോറി സോറി സോറി, ഇളച്ചി വന്നിട്ടോ. എന്റെ ഇളച്ചിയാണ്, നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ ഇളച്ചി, അതെ ഇളച്ചി വന്നിരിക്കുകയാണ്. ഞാൻ ഡ്രൈവറാ. ഡ്രൈവർക്ക് അതേ പറ്റുന്നു. ഞാനും ആണോ? സത്യത്തില് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാ ആരൊക്കെയാന്നൊന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഫസ്റ്റ് അത് എനിക്ക് അറിയാനും പേര്, പക്ഷെ ഞാൻ മറന്നു. എന്തെങ്കിലും നെൽകൃതിയോ അങ്ങനെ എന്തോ ഒരു സാധനല്ലേ? അപ്പൊ ആ കുട്ടിന്റെ പേരാണ് നെൽകൃതി. അത് കഴിഞ്ഞാല് അതെ നെൽകൃതി അല്ലേ, വാഴത്തണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കോട്ടെ. ലാസ്റ്റ് എല്ലാരും അതെ. അത് ആലപ്പുഴ കോളേജിൽ, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടറായ നെൽകൃതി. അതെ, നെൽകൃതിന്റെ അടുത്തുള്ള നഫ്ല. രണ്ടും നേ ആട്ടോ. നെൽകൃതിയിലും നേ ഉണ്ട്, നഫ്ലയിലും നേ ഉണ്ട്. അവരങ്ങനെയാണല്ലോ. അതെ അതെ അതെ. ഇനി അടുത്ത മിസ്ബ. മിസ്ബ എന്ന് പറഞ്ഞാല് നഫ്ലന്റെ മിസ്ബ.
ആരെ പറയും മിസ്ബന്റെ ആരാണ് സിസ്റ്റർ അത് കഴിഞ്ഞാലോ ഞാൻ എന്റെ സജില സജില. അത് കഴിഞ്ഞാലോ ജൈവ അത് കഴിഞ്ഞാലോ ബാക്കി രണ്ടാളെ പേര് എനിക്കറിയാം. അതായത് ഇവരെ അനിയത്തിയാണോ അത്? അല്ല അല്ല അത് അത് ഇതോ ഇതാരാ ഇതാരാ അപ്പൊ ഇതോ കല്യാണം മുടങ്ങി ഇതാരാ അല്ല അമ്മായിക്ക് ആകെ ഒരു മോളോ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ മറിയ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ സേഫ്റ്റിക്ക് ഞാൻ പറയാണ്. അതായത് ഈ ടീമിനെ കുറച്ച് നീ പേടിക്കുന്ന ടീമാണ്. ഈ ടീം കുറച്ച് പേടിക്കുന്ന എനിക്കറിയാം അന്നെ ഞാൻ ടീമിലെടുത്ത് ഇതൊന്നും എനിക്കറിയില്ല കേട്ടാ. ആരാ പറഞ്ഞു ജെല്ല ജെല്ല ജല്ലല്ല ബെല്ലാണ്. ജെൻഹ ഇതോ ജൈബ. അതോ എടാ മിട്ടു മിട്ടു എന്ന് വിളിക്കും. എനിക്ക് അങ്ങനെ വിളിക്കാൻ മിട്ടു. പേരെങ്കിലും കിട്ടിയത്. ഇതോ ഇത് എനിക്കറിയാം. നമ്മളെ ഹസ്ബൻഡ് അതെ അതാണ്. പക്ഷെ അതല്ല അളിയൻ അളിയൻ സേഫ് ആയിട്ട് വിളിക്കാൻ അളിയൻ. അതെ അത് മാത്രമേ കൊണ്ടാണ് നമ്മളൊക്കെ ഞാനൊക്കെ രക്ഷപ്പെട്ടു പോണേ. അളിയനൊക്കെ വിളിച്ചാൽ മതിയല്ലോ, പേര് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. അർഷർ അളിയൻ നമ്മളെ മുത്തളിയനാണിത്. ആ ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടാ. പേര് പറ. പേരെന്താ പേരെന്താ അന്ന് വിട്ട പോലെ ഗൈസ് നിങ്ങൾ പറയൂ എന്റെ പേര് കുട്ടി മൊഞ്ചത്തി ആയിട്ടില്ലെന്ന് നിങ്ങൾ പറയൂ, കമന്റിൽ പറയൂ. ഞങ്ങളുടെ ചർമ്മത്തിന്റെ രേശം ഔക്കടി ജ്യൂസ്, പിന്നെ പപ്പായയുടെ നീര്, അതിലേക്ക് ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് ഇത്തിരി മറ്റെന്താ പറയാ ചതച്ചിട്ടാണ് നമ്മൾ കുടിക്കുക. ജ്യൂസ് അടിക്കില്ല, കാരണം നമ്മൾ ചതയ്ക്കും. ജ്യൂസ് ഒഴിവാക്കിയിട്ട് ചണ്ടി മാത്രം കഴിക്കും. അത് പിഴിഞ്ഞിട്ട് അല്ല ചണ്ടി നമ്മള് അലുവ ഉണ്ടാക്കും. ചണ്ടിയിൽ അലുവുണ്ടാക്കൂ. ഇനി ഞങ്ങൾ ഫുള്ള് സ്കിൻ കെയറും സ്കിൻ റൊട്ടീനും സ്കിന്നിന്റെ മൊത്തമാണ് അല്ലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കല്യാണത്തിന് വലിയൊരു സർപ്രൈസ് ഉണ്ട് അല്ലെ. സംതിങ് ബിഗ് ഈസ് കമ്മിങ് മച്ചാനേ അല്ലേ അല്ലേ. അപ്പൊ എല്ലാരും കല്യാണത്തിന്റെ വ്ലോഗ് മസ്റ്റ് ആയിട്ട് കാണണം. കല്യാണത്തിന്റെ വ്ലോഗ് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇവരെ കുറച്ച് സർപ്രൈസുകൾ വരുന്നുണ്ട്. നിങ്ങള് ഉൾപ്പെടുത്തിയാല് അത് എന്റെ അടുത്ത് എത്തൂട്ടാ 100%. അതാണ് എനിക്ക് നന്നാവുക. ഓന്റെ അടുത്ത് പറഞ്ഞോ എന്തായാലും എന്റെ അടുത്ത് പറയും. പറയാണ്ടിരിക്കാൻ ഒരു സിഗ്നൽ ചാമറ വെക്കും. ഇന്നെ ചാമ്പിയില്ല. ശ്രദ്ധിക്കണ്ടി ഭയങ്കരായിട്ട് പാവാട്ടോ. അവളെ നോട്ടത്തില് അളിയൻ വീണ് പോയതാണ്. പാവാണ് അളിയൻ. ഒന്നുമില്ല പറയാൻ ഒന്നുമില്ല. അവിടെ ഒറ്റ പോണോ ചർമ്മം കണ്ടാ തോന്നില്ല മമ്മിയാണ്. അതല്ല കോമഡി എന്താ വെച്ചാല് ഒരു കുട്ടീനെ അവിടെ ആക്കിയിട്ട് ഇവള് എന്ത് ധൈര്യത്തിന് പോന്ന്. അതെന്താ അറിയോ, വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. പിന്നെ അളിയന് പാവ അളിയന് കല്യാണത്തിന് വരാനും കൂടി പറഞ്ഞില്ല. നിങ്ങൾ അവിടെ നിന്നാ മതി. അളിയൻ പാവം ചോദിച്ചിട്ടോ, ഞാൻ വരട്ടെ മോളെ, റോഷുവിന്റെ കല്യാണത്തിന് വരട്ടെ മോളെ. അപ്പോള് പറഞ്ഞ് വരണ്ട വരണ്ട, ഇങ്ങള് വരേ വേണ്ട. ഇവിടെ ആ പരിപാടി ദുബായിക്ക്. ദുബായിലാ ഒമാൻ നൈസായിട്ട് പോവാൻ വേണ്ടിട്ട് ഇവിടെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല നീ ഞാൻ കാര്യം പറട്ടെ, പിയാപ്പിളായി മാറാൻ പറ്റുമോ? നെൽക്കതിര അവളെന്താ പറഞ്ഞേ, നെൽകൃതി ഞാൻ പിയാപ്പിളായി മാറാൻ പറ്റുമോ? ആവേശം മൂത്ത് ഞാൻ ആദ്യം പറഞ്ഞും പോയി. എന്തെങ്കിലും അതെ
പക്ഷെ എനിക്ക് എന്തോ ഓർമ്മയുണ്ട് ഇങ്ങനെ അതെ, നന്മനൻ മാമ നമ്മൾ നന്മ എന്ന് ഉദ്ദേശിക്കുമ്പോ മറ്റേ പാട്ടൊക്കെയാണല്ലോ നന്മല്ല വേണ്ടല്ലേ പാട്ട് വേണ്ട വേണ്ടല്ലേ വേണ്ട. കേരളം അതെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെൽകൃതിയും നെൽകൃഷിയും ഒക്കെ ആണല്ലോ നന്മല്ലേ നന്മ നന്മ ഓ നന്മ അതെ വളരെ സൽസ്വഭാവിയും സമ്പന്നയും. അതെ എന്നാ ഓള് വിഷു ആയിട്ട് വരെ അതെ നമ്മള് ശ്രദ്ധിക്കണം, വിഷു ആയിട്ട് വരെ റോഷുവിന്റെ കല്യാണത്തിന് വന്ന് വന്നു ആ അതാണ് അത് പറയട്ടോ നന്മ വന്ന് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറായി മാറി. നന്മ ആരാന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നന്മ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നെഫ്ല എന്റെ സിസ്റ്ററാണ്. സിസ്റ്റർ അവള് പഠിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുകയാണ്. അതെ, ഞങ്ങൾ എന്നും ഫാമിലിയിലെ ആദ്യത്തെ ഡോക്ടറാണ് ഇവള്. അപ്പൊ ആ ഡോക്ടറെ കൂടെയുള്ള ഡോക്ടർ ഫ്രണ്ടാണ് ഇവര്. ഓളെ വീട്ടിൽ ഇപ്പൊ എന്തുണ്ടെങ്കിലും ഇവള് പോവും, വലിഞ്ഞു കയറി പോവും. ഇവളടുത്ത് എന്തുണ്ടെങ്കിലും ഓള് വലിഞ്ഞു കയറി പോവും. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല, സത്യം ഞാൻ പറയൂ എവിടാണെങ്കിലും. നാളെ ഈ കഷ്ടപ്പെടും. മോളെ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ മോളുണ്ട് ഈ നട്ടപ്പാതിരക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു ഇതിന് വേണ്ടിട്ട് ആണല്ലേ. അല്ല, ഞാൻ പിയാപ്പിളായി ഒരു നിമിഷത്തേക്ക് ഞാൻ പിയാപ്പിളായി ചിന്തിച്ചു പോയി. അത് തെറ്റല്ലല്ലോ, തെറ്റാണോടാ? പുതിയത് വിശ്വസിക്കണം അത് ഡ്രൈവറാണെന്ന്. എനിക്ക് ഡ്രൈവറാക്കാൻ പറ്റില്ല കേട്ടാ. പറ്റില്ലല്ലോ. അതെ, എന്നെ കാണാൻ വേണ്ടിട്ട് വന്നല്ലോ. ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കും. അതെ, നല്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരാൾ അങ്ങോട്ട് വെക്കോ, നിങ്ങൾ അവിടെ നിക്കണം. അല്ല പോണ്ടേ, നമുക്ക് നാളെ രാവിലെ എണീക്കട്ടെ. അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഔട്ടർ എടുത്തിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മുടെ കല്യാണ വീഡിയോസ് ആണ് വരുന്നത്. ഫൺ വീഡിയോസ് ആട്ടോ. അതുപോലെ തന്നെ ഒരു സർപ്രൈസും അതിലുണ്ട്. നമ്മുടെ കരിയറിനെ സംബന്ധിച്ചുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, ബെല്ലൈക്കണോ ഒന്ന് അടിച്ചു വെച്ചേക്കാം. എന്നാ പിന്നെ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കോളും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ എന്റെ സിങ്കിന്റെ, നമ്മുടെ സിങ്കിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ ചോദിക്കരുത്, താഴെ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. സിങ്കിന്റെയിലും കയറി ഫോളോ ചെയ്യാം, എന്റെയിലും ഒന്ന് കയറി ഫോളോ ചെയ്താൽ നല്ലത്. സിങ്കിന്റെയിലും കയറി ഫോളോ ചെയ്യും നിങ്ങള്, എന്തെങ്കിലും ചെയ്താൽ നല്ലത് കേട്ടോ. താങ്ക്സ് ഉണ്ടാവും, എന്റെ വലിയ നന്ദി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോസിൽ ഫൺ വീഡിയോ, ഡോണ്ട് മിസ് ഗൈസ്, ഫൺ വീഡിയോ. അപ്പോ എന്തായാലും എന്റെ മാരേജ് വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെയ്ക്കും ബൈ ബൈ.